ഇന്നലെ കാൽപന്ത് കളിയിലെ മനോഹരമായൊരു ദിനമായിരുന്നു. ഗ്രൂപ്പ് മത്സരങ്ങൾ അവസാനിച്ച് യൂറോയിലെ റൗണ്ട് ഓഫ് 16 ഏറെക്കുറെ തുടക്കമായി കഴിഞ്ഞു. ഇന്നലെ ജർമ്മൻ നഗരിയായ വെൽറ്റിൻസ് അരീനയിൽ നടന്ന മനോഹരമായ ഇംഗ്ലണ്ട് വേഴ്സസ് സ്ലോവാക്യ മത്സരത്തിലേക്ക് എത്തും മുന്നേ അനുമാനങ്ങളെല്ലാം ഏറെക്കുറെ ഇംഗ്ലണ്ടിൻ്റെ വിജയത്തിൽ ഉറപ്പിച്ചുകൊണ്ടാണ്. താരതമ്യേന ഇംഗ്ലണ്ടിന് മുന്നിൽ ദുർബലരാണ് സ്ലോവാക്യ. അതേ ധാരണയിൽ തന്നെയാണ് ഇംഗ്ലീഷ് താരങ്ങളും മത്സരത്തിലെത്തിക്കാണുക. ആഘോഷങ്ങളുടെ പരകോടിയിൽ ആഹ്ലാദിക്കുന്ന ഇംഗ്ലണ്ടിന് കളി തുടങ്ങിയ ആദ്യ നിമിഷങ്ങളിൽ അവസരങ്ങളിലേക്ക് ഉണർന്ന് കളിക്കുന്നുണ്ടെങ്കിലും ഗോളടിക്കാൻ സാധിക്കാതെ വരുന്നു. എന്നാൽ ശേഷം ചില നിമിഷങ്ങളിൽ മത്സരത്തിലെ പൂർണ്ണ നിയന്ത്രണത്തെ ഏറ്റെടുക്കാൻ ഇംഗ്ലണ്ടിന് സാധിക്കുന്നില്ല. ഇത്രമേൽ മനോഹരമായൊരു ടീമിനെ ഇംഗ്ലണ്ടിന് കളത്തിലിറക്കാൻ സാധിച്ചിട്ടും ഗോളിലേക്ക് എത്താൻ കഴിയാത്തത് നിരാശ തന്നെയാണ്. ഒരുപക്ഷെ ഇന്ന് യൂറോപ്യൻ ഫുട്ബോളിലെ പ്രതിഭ തെളിയിച്ചവരെല്ലാം ഇംഗ്ലീഷ് പടയുടെ അമരത്തുള്ളവരാണ്. പക്ഷേ കളിയിലെ ചില അപാകതകൾ എന്നും ഇംഗ്ലണ്ടിന് വിനയാവാറുണ്ട്. ആ അപാകതകളുടെ തിക്തഫലമായിരുന്നു കളിയുടെ 25-ാം മിനിറ്റിൽ ജർമ്മൻ നഗരിയിൽ കണ്ടത്. അതുവരെ സ്ക്രീനിൽ നിറഞ്ഞു നിന്നിരുന്ന ഇംഗ്ലണ്ടിൻ്റെ വലയിലേക്ക് സ്ലോവാക്യ തങ്ങളുടെ ആദ്യ ഗോൾ കുറിക്കുന്നു. ഇംഗ്ലണ്ടിൻ്റെ പിഴവുകളിൽ നിന്ന് അവസരങ്ങളെ സ്വീകരിച്ചുകൊണ്ടാണ് സ്ലോവാക്യ ഗോളിന് വഴിയൊരുക്കിയത്. 25-ാം മിനിറ്റിൽ സ്ലോവാക്യ നേടിയ ഗോൾ തീർത്തും ഇംഗ്ലണ്ടിൻ്റെ പിഴവ് തന്നെയായിരുന്നു. പ്രതിരോധത്തെ ബീറ്റ് ചെയ്ത് ഒരു വാർണിംഗ് നൽകിക്കൊണ്ട് 11-ാം മിനിറ്റിൽ ഇതുപോലൊരു മുന്നേറ്റം കണ്ടതാണ്. പക്ഷേ ഇംഗ്ലണ്ടിനെ ഭാഗ്യം തുണച്ചപ്പോൾ ഇത്തവണ സ്ലോവാക്യ ആ ഭാഗ്യത്തെയും മറികടന്നുകൊണ്ട് ഗോൾ സ്കോർ ചെയ്തു. പക്ഷേ ഒരു ഗോളിന് പിന്നിൽ പോയതോടെ ഇംഗ്ലണ്ട് ഉണർന്നു. ഗോളിനായി അവസരങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് ഒരുപാട് ആക്രമിച്ച് കളിച്ചു. രണ്ടാം പകുതിയിൽ വരുമ്പോൾ ആക്രമണത്തിൽ ഊന്നിക്കൊണ്ട് മാത്രമായി ഇംഗ്ലണ്ടിൻ്റെ മുന്നേറ്റം. ആ ഇൻറ്റൻറ്റിന് ഫലം കണ്ടുകൊണ്ട് 49-ാം മിനിറ്റിൽ ഫോഡൻ സ്കോർ ചെയ്തെങ്കിലും ആഘോഷം തീരും മുന്നേ ഓഫ് സൈഡ് വിളി വന്നു. പിന്നീട് സ്ലോവാക്യൻ പോസ്റ്റിൽ ഭീതി പടർത്തി ഒരു ഷോട്ട് വന്നത് കളിയുടെ 80-ാം മിനിറ്റിലാണ്. ആഴ്സണലിൻ്റെ റേസ് തീർത്ത മനോഹരമായൊരു ഷോട്ട്. പക്ഷേ ഗോൾ കീപ്പറുടെ കൈകളിൽ നിന്ന് അകലെയാണെങ്കിലും പന്ത് പതിച്ചത് സൈഡ് ബാറിലാണ്. ജർമ്മൻ നഗരി ആകെ നിശബ്ദമാണ്. ഇംഗ്ലണ്ടിൻ്റെ പ്രതീക്ഷകൾ ഏറെക്കുറെ അസ്തമിച്ചു കഴിഞ്ഞു. പോരാടാൻ ഉറച്ചു വന്ന സ്ലോവാക്യ വിജയത്തേരിലേറി ക്വാർട്ടറിലേക്കുള്ള പാതയിലാണ്. എല്ലാം കഴിഞ്ഞ് മത്സരത്തിൻ്റെ അവസാന നിമിഷങ്ങൾ. റെഗുലർ ടൈം കഴിഞ്ഞ് അനുവദിക്കപ്പെട്ട 6 മിനിറ്റ് എക്സ്ട്രാ ടൈം. അവിടെയും ഗോൾ ലക്ഷ്യമിട്ട് ഇരു ടീമുകളും മുന്നോട്ട് ആക്രമിക്കുന്നുണ്ടെങ്കിലും സ്കോർ ബോർഡിനെ തിരുത്താൻ ഒന്നും പ്രാപ്തമായിരുന്നില്ല. പക്ഷേ കളിയുടെ 95-ാം മിനിറ്റ്. കളി തീരാൻ വെറും നിമിഷങ്ങൾ മാത്രം ബാക്കി. ഇംഗ്ലണ്ടിന് അനുകൂലമായി വന്ന ഒരു ത്രോ ബോൾ. ബോക്സിലേക്ക് ഉയർത്തി നൽകിയ പന്തിനെ ഗൂയി ഹെഡ് ചെയ്ത് പിറകിലേക്ക് നൽകുമ്പോൾ ആ ബോളിനെ ഗോളിലേക്ക് കണക്ട് ചെയ്യാൻ പ്രാപ്തമായ വഴി ഒരു ബേസിക്കിളാണെന്ന് തിരിച്ചറിഞ്ഞ് തൻ്റെ കാലുകൾ ഉയർത്തി ഒരു കിക്കെടുക്കുന്നു. എല്ലാം മറന്ന് നാട്ടിലേക്ക് ഒരു തിരിച്ചുപോക്കിന് ഉറപ്പിച്ച ആരാധകർക്ക് മുന്നിൽ അയാൾ ജൂഡ് ബെല്ലിംഗ്ഹാം മനോഹരമായൊരു കിക്ക് കൊണ്ട് ഇംഗ്ലണ്ടിനെ പുനർജനിപ്പിക്കുന്നു. ഗോൾ കീപ്പറെ നോക്കുകുത്തിയാക്കി വലയിൽ പതിച്ച പന്ത് ആ നിശബ്ദമായ ജർമ്മൻ നഗരിയെ ആഹ്ലാദത്താൽ ആർത്തുല്ലസിപ്പിച്ചു. സ്വപ്നസമാന നിമിഷങ്ങളിലൂടെ കടന്നുപോയ സ്ലോവാക്യ ഒരു നിമിഷം നിശബ്ദരായി. വിജയാഘോഷങ്ങൾ തുടങ്ങിയ സ്ലോവാക്യക്ക് മുമ്പിൽ ഒരു 30 മിനിറ്റ് എക്സ്ട്രാ ടൈം ബ്ലോക്ക്. വൈകി വന്ന ആഘോഷത്തെ അവർ എക്സ്ട്രാ ടൈമിൻ്റെ ആദ്യ നിമിഷത്തിൽ തന്നെ പൂർണ്ണമായും ആധിപത്യം തങ്ങളുടേതാക്കി. സമ്മർദ്ദത്തിലാക്കപ്പെട്ട സ്ലോവാക്യക്ക് മുന്നിൽ തങ്ങളുടെ ലീഡ് ഉയർത്താൻ അവർക്ക് വേണ്ടി വന്നത് നിമിഷങ്ങൾ മാത്രം. കോർണർ സൈഡിൽ നിന്ന് ഉയർന്നു വന്ന പന്തിനെ ഒരു നിമിഷം കീപ്പർ രക്ഷപ്പെടുത്തിയെന്ന് കരുതിയതാണ്. പക്ഷേ പന്ത് വീണ്ടും ഇംഗ്ലണ്ട് താരത്തിൻ്റെ കാലിലെത്തിയപ്പോൾ താരം ശ്രമിച്ചതൊരു ഷോട്ടിനാണ്. പക്ഷേ പിച്ച് ചെയ്ത് ഉയർന്നു വന്ന പന്തിനെ ബോക്സിലേക്ക് ഹെഡ് ചെയ്ത് വിട്ടുകൊണ്ട് ഹാരി കെയ്ൻ്റെ വക മനോഹരമായൊരു ഗോൾ. ഒരുപക്ഷെ ഒരു ഗോൾ തോൽവിയുമായി ഇംഗ്ലണ്ട് നാട്ടിലേക്ക് മടങ്ങുകയായിരുന്നുവെങ്കിൽ ഈ കളിയെ എങ്ങനെ വിലയിരുത്തണമെന്ന് ഒരിക്കലും മനസ്സിലാവുകയില്ല. കാലങ്ങളായി സ്വപ്ന സാക്ഷാത്കാരത്തിനായി പന്ത് തട്ടി നടക്കുന്ന ജനതയാണ് ഇംഗ്ലണ്ടിൻ്റേത്. അവർക്ക് കൂടെ മനോഹരമായൊരു ടീം തന്നെയുണ്ട്. കൂടെ പിന്തുണക്കാനായി എല്ലാം മറന്ന് കൈയടിക്കുന്ന ആരാധകരുമുണ്ട്. മനോഹരമായൊരു കളിശൈലി തന്നെയുണ്ട്. പക്ഷേ ആ സ്വപ്നത്തിലേക്കെത്താൻ ഇന്നേ വരെ ഇംഗ്ലണ്ടിന് സാധിക്കാത്തത് എന്തുകൊണ്ടാണെന്നറിയില്ല. 1966 വേൾഡ് കപ്പാണ് അവരിലെ ചരിത്രം. അന്ന് നേടിയ വേൾഡ് കപ്പിൻ്റെ ബലത്തിലാണ് ഇന്നും ഒരു യൂണിവേഴ്സ് ബ്രാൻഡായി അവർ കാൽപന്ത് ലോകത്ത് സൂചിപ്പിക്കപ്പെടുന്നത്. നിർഭാഗ്യം തലോടുന്ന ഈ ജനതയെ ഇനിയും കണ്ണീർ മടക്കം കൂട്ടുപിടിക്കുമോ എന്നറിയില്ല. പക്ഷേ അവർ ആ കിരീടം എല്ലാവരേക്കാളും അർഹിക്കുന്നുണ്ട്. ഈ യൂറോയിലെങ്കിലും ആ സ്വപ്നത്തിലേക്കെത്താൻ അവർക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. കാത്തിരിക്കാം.